عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الله عليه وسلم. المرء من أحب صدق رسول الله صلى الله عليه وسلم. തവ നിത്യ സ്മരണ തളിരിടുന്നൊരു താജ്മഹൽ തീർക്കാൻ നിർബധിയല്ല ഞാൻ, ഷാജഹാനല്ല. ഒരു വ്രണിത ചിത്തൻ വെറുമൊരു മർത്യൻ. ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മാ അഹ്സനദ്ദീനു വദ്ദുനിയാ ഇദാ ഇജ്തമഅ ലാ ബാറകല്ലാഹു ഫിദ്ദുനിയാ ബിലാ ദീനി വഅലമൂ ഉമ്മത മുഹമ്മദ്. ഞാൻ തുടങ്ങണം. ഇതെങ്ങനെയാണ് കലാശിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2022 സെപ്റ്റംബർ 25 ഞാൻ ഈ പള്ളിയുടെ പുറത്ത് ഓട്ടമിറങ്ങുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസം 24-ാം തീയതി ഉച്ചക്ക് 1:58 ഞാൻ ബഷീർക്കെ വിളിക്കണത്. അപ്പൊ എന്നോട് ബഷീർക്കെ ചോദിച്ചത് അസറിന് എത്തുമെന്നാണ്. 150 കിലോമീറ്റർ ദൂരമുള്ള എനിക്ക് അസറിന് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ കാര്യം ഒഴിവാക്കുക, നാളെ ഉച്ചക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹം ബാഗൊക്കെ പാക്ക് ചെയ്ത് നിങ്ങൾ നിൽക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് വരണം എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കാണും കേൾക്കൊന്നും വേണ്ടെന്ന്. സാധാരണ അങ്ങനെയാണല്ലോ ആളുകളെ പള്ളിക്ക് നിർത്തല്. അപ്പൊ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് വലിയ പുണ്യൊന്നും ഇല്ലാന്ന് തോന്നിയോണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞ് അത് വേണ്ട, പിന്നെ പതുക്കെ കേൾക്കാന്നിരിക്കായിരിക്കും, നിങ്ങൾ പോന്നോളിന്ന് പറഞ്ഞു. നിങ്ങൾ വാഫിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ പോന്നോളിന്ന് പറഞ്ഞു. അത് എന്റെ കോഴ്സിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ്. പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാർക്കും, എന്നെ കഷ്ടപ്പെട്ട് പറഞ്ഞയച്ച എന്റെ മാതാപിതാക്കൾക്കും ആ സന്തോഷം ഞാൻ കൈമാറുകയാണ്. അന്ന് രാവിലെ 6:30 മണിക്കുള്ള ബസ്സിന് ഞാൻ കയറുമ്പോ എനിക്ക് രാവിലെ ചപ്പാത്തിയും വൻപയർ കറിയും തന്ന ഉമ്മ ഈ 2024 സെപ്റ്റംബർ 25 തിരിച്ചു ചെല്ലുമ്പോ അവിടെ ഇല്ല എന്നതാണ് ഈ 2 വർഷക്കാലത്തെ അല്ല, കഴിഞ്ഞ 33 വർഷക്കാലത്തെ എന്റെ ഏറ്റവും വലിയ ദുഃഖം. അല്ലാഹുമ്മ ഗഫറതു വറഹമതു നൽകട്ടെ. ഞാൻ വാഫി കോഴ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് 8 വർഷം പഠിക്കണമെന്നും പഠിച്ച് ഇറങ്ങുന്നത് കാണണമെന്നൊക്കെ ഉമ്മയേക്കാൾ ആഗ്രഹിച്ചത് എന്റെ പിതാവാണ്. കോഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന അതേ സമയത്തും എനിക്ക് ഈ ശൂന്യത ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോഴ്സ് 6ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ ഇവിടെ പറഞ്ഞു പോയി. അല്ലാഹുമ്മ ഗഫറതു നൽകട്ടെ. 2 വർഷത്തെ ഉപജീവനം ഇവിടെയാണ് കഴിഞ്ഞത്. എന്റെ ഭക്ഷണം, വസ്ത്രം, എന്റെ കുട്ടിക്കുള്ള മരുന്നുകളൊക്കെ ഞാൻ വാങ്ങിയത് നിങ്ങൾ തന്ന ഉപജീവനത്തിനുള്ള സാലറിയെ കൈമുതലാക്കിയാണ്. 2 വർഷത്തെ ആ ജീവിതത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, എന്റെ ഉമ്മയുടെ വിയോഗം സൃഷ്ടിച്ച പ്രത്യേക സന്ദർഭമായതുകൊണ്ട് നിങ്ങളെയോ ഈ നാടിനെയോ മറക്കുകയോ
വിസ്മൃതിയിൽ പെട്ടുപോവുകയോ ചെയ്യുക എന്നത് അസാധ്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിടക്ക് സാധാരണ ഉസ്താദുമാർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കുടുംബത്തെ, ഭാര്യയെയും മോളെയും, അവരിപ്പോ ഈ സദസ്സിലുണ്ട്, അവരെ 5 മാസം ഏറെക്കുറെ കൂടെ കണ്ട് താമസിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അതിനെനിക്ക് കളമൊരുക്കിയ, ഒരു രാത്രി കൊണ്ട് എന്നെ ഒരു വീട്ടുകാരനാക്കിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഭക്ഷണം തന്നവരും വസ്ത്രം തന്നവരും, എന്റെ മോളെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി വിദേശത്ത് നിന്ന് വരുമ്പോ അവൾക്ക് കൂടി എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചവർ, കാണുമ്പോഴേക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നവർ, മാസാവധിക്ക് നാട്ടിൽ പോകുമ്പോ നേരിട്ട് തരാൻ പറ്റാത്തവർ അക്കൗണ്ടിൽ അയച്ച് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. എല്ലാവരും എന്റെ മനസ്സിലുണ്ട്. എല്ലാവർക്കും നന്ദി. അള്ളാഹു ഖൈറ് നൽകട്ടെ എന്ന പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പകരം നൽകുകയാണ്. ആദ്യ റമദാനില് ഉച്ചനേരത്ത് ഒരാള് 1 കിലോ ഓറഞ്ചുമായി എന്റെ റൂമിന്റെ ജനൽ വാതിലേക്ക് വന്നു. അയാളെ കയ്യിൽ 1 കിലോ ഓറഞ്ച് ഉണ്ട്. പക്ഷെ അയാൾക്ക് ജനലിന്റെ കമ്പിയിലൂടെ 1 കിലോത്തിന്റെ കവർ എനിക്ക് തരാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ ഓരോ ഓറഞ്ച് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നുകൊണ്ടിരുന്നു. ജീവനുള്ള കാലത്തോളം എനിക്ക് മറക്കാൻ കഴിയാത്ത ആ പ്രിയപ്പെട്ട മാതാവ്, അവരുടെ കുടുംബാംഗങ്ങളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി വീടുകളുടെ വാതിലുകൾ മാത്രമല്ല, മനസ്സിന്റെ വാതിലുകളും തുറന്നു തന്ന് എന്നെ പോറ്റിയ ആളുകളുടെ എല്ലാവരെയും ഓർക്കുകയും എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുകയാണ്. 3 നബിദിനം കണ്ടു. ക്രിസ്തു വർഷപ്രകാരം 2022 സെപ്റ്റംബർ 25 എത്തിയ ഒരാള് 2024 സെപ്റ്റംബർ 25 രാവിലെ പോയാൽ അയാൾക്ക് ക്രിസ്തു വർഷപ്രകാരം 2 വർഷമാണ് കിട്ടുക. ആ 2 വർഷത്തിനിടയിൽ ഞാൻ 3 നബിദിനം നിങ്ങളുടെ കൂടെ കൂടി. 3 മുഅദ്ദിൻ ഉസ്താദുമാരെ ഞാൻ കണ്ടു. ആദരണീയനായ ഉമർ ഉസ്താദ്, ഇടയിൽ വന്നുപോയ ആദരണീയനായ തങ്ങൾ ഉസ്താദ്. ഇതിൽ ഉമർ ഉസ്താദ് ഒരു പെരുന്നാളിന്റെ രാവിലെ, ഒരു ചെറിയ പെരുന്നാളിന്റെ ദിവസം പള്ളിയിൽ AC വെച്ച വർഷമാണ്. കിടക്കുമ്പോ ഭയങ്കര ചൂടായിട്ട് ഞാനും അദ്ദേഹവും 2 ഫാനുകൾക്ക് താഴെ കിടക്കുകയാണ്. അദ്ദേഹം AC-യുടെ തൊട്ട് താഴെയുള്ള ഫാനും കറക്കിയിട്ടാണ് ഉറങ്ങുന്നത്. അത്താഴത്തിൽ എണീറ്റപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ കൈയൊക്കെ വല്ലാതെ ധരിച്ചു പോകുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, എന്താന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ AC-യുടെ താഴെ ഫാൻ ഇട്ട് കിടന്നുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, അതല്ല, ബ്ലോക്കൊക്കെ വരുന്ന ആളുകൾക്കാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കേട്ടിട്ടുള്ളത് എന്നും പറഞ്ഞു. എനിക്കതിനെപ്പറ്റി വലിയ പരിചയമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന എല്ലാ നേരത്തും, പള്ളിയിൽ നിന്ന് കഴിക്കുമ്പോഴൊക്കെ 5 or 6 ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ കഴിക്കുന്ന ആളാണ്. സദ്യകൾക്ക് പോയാൽ, മൗലിദുകൾക്ക് പോയാൽ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഒഴിവാക്കുന്ന ആളാണ്. ഏകദേശം എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഇവിടെ നിന്ന് പഞ്ചായത്ത് വരെ നടന്ന് പേപ്പർ നോക്കി തിരിച്ചു വരുന്ന ആളാണ്. പക്ഷേ അന്ന് രാവിലെ വെള്ളിയാഴ്ചയുടെ ക്ലീനിങ്ങുകളൊക്കെ ഞാൻ സഹായിക്കണം എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു വേണ്ട, ഉത്തരവാദിത്തങ്ങൾ ഭയങ്കര കണിശമായി ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അതൊക്കെ ചെയ്ത് ഉച്ചയാകുമ്പോൾ അദ്ദേഹം ക്ഷീണം വന്നു. വെള്ളിയാഴ്ചയാണ് 30-ാം നോമ്പിന്റെ അന്ന് അദ്ദേഹത്തെ കുട്ടികൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തിന് അന്ന് ജുമാ നഷ്ടപ്പെട്ടു. ആശുപത്രിയിൽ പോയി അദ്ദേഹം തിരിച്ചു വന്ന് വളരെ സന്തോഷവാനായി. നിസ്കാരം കഴിയുമ്പോഴത്തേനും അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, അത് പ്രശ്നമൊന്നുമില്ല ഉസ്താദേ, ഗ്യാസിന്റെ എന്ന് പറഞ്ഞു, ECG-യിലൊന്നും പ്രശ്നമില്ല. ആ സമാധാനത്തിൽ പിറ്റേന്ന് പുലർക്കാലത്ത് ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഉമ്മ പറഞ്ഞയച്ചതാണ്, ഇനി നിങ്ങൾ ലീവിന് പോയാൽ 7-8 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ, നാളെ സുബഹിയുടെ ബാങ്ക് നിങ്ങൾ കൊടുക്കണം എന്ന് ഒരാൾ പറയുന്നുണ്ട് എന്ന് പറയും. ഞാൻ ഉമർ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ കൊടുക്ക ബാങ്ക്, ഉപ്പർക്ക് വയ്യാത്തതാണ് എന്ന നിലക്കാണ് ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഈ എന്നെ ഏൽപ്പിച്ച ആള് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ അന്നത്തെ സുബഹി ബാങ്ക് കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ സുബഹി ബാങ്ക് കൊടുക്കേണ്ട ആ ദിവസം ഞാനാണ് ബാങ്ക് കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് നമ്മുടെ മിനാരത്തിൽ കേട്ടിട്ടില്ല.
അസുഖബാധനാണ്. ഡ്രസ്സൊക്കെ എടുക്കാൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നു പോയതാണ്. മകളെ കല്യാണം ഉണ്ട്. ഞാൻ വനിതകളുടെ ക്ലാസ്സിലൊക്കെ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി സ്വകാര്യമായി കരുതി വെച്ചത് എന്തെങ്കിലും കൂട്ടിയിട്ട് ഒരു കുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ സന്നദ്ധരാകണമെന്ന്. ഞാൻ പോയാലും നിങ്ങൾ എന്റെ വാക്ക് മറക്കരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ നൽകട്ടെ. പിന്നെ വന്നത് തങ്ങൾ ഉസ്താദാണ്. അദ്ദേഹം ഇന്നലെയും മിന്നാന്നും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ തളർന്നു കിടപ്പാണ്, സംസാരിക്കുന്നില്ല, വെള്ളം ഇറക്കുന്നില്ല, വെള്ളം കവിളിൽ പുറത്തേക്ക് പോവുകയാണ്. ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ മഹദിക്ക് പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ജീവിതമാണ് ഖൈറെങ്കിൽ കാമിലായി ഈമാനോട് കൂടി അള്ളാഹു ജീവിപ്പിക്കുകയും, മരണമാണ് ഖൈറെങ്കിൽ അള്ളാഹു ജീവിതമാണ് ഖൈറെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുകയും, മരണമാണ് ഖൈറെങ്കിൽ കാമിലായി ഈമാൻ നൽകുകയും ചെയ്യട്ടെ. എവിടെ ഇരുന്ന് അമ്മറയ്യേ ഒരു ഫോട്ടോ എടുക്കാൻ ആളെ കാണട്ടെ. പിന്നെ മൂന്നാമത്തെ ഉസ്താദ് റാഫി ഉസ്താദ് ഇവിടെ ഉണ്ട്. അങ്ങനെ 3 നബിദിനം കണ്ടു. 3 മുഅദ്ദിൻ ഉസ്താദുമാരെ. മൂന്നാമത്തെ ഉസ്താദിനെയും കണ്ടു. ഒന്നാമത്തത് റാഷിദ് ഉസ്താദാണ്, ഗൾഫിലാണ്, അള്ളാഹു ഖൈർ നൽകട്ടെ. പിന്നെ വന്നത് റഷീദ് ഉസ്താദാണ്, ഗൾഫ് പോകുന്നുണ്ട്, ഇവിടുന്ന് പോയതാണ്, ഇപ്പോഴും പോയിട്ടില്ല, പോകാനാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു എളുപ്പമാക്കട്ടെ. നാട്ടിലെ ഉപജീവനമാണ് ഖൈറെങ്കിൽ അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് ഉസ്താദാണ്. ഉസ്താദ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഖാലിദ് കയെ കാണുന്നതും 3-ാം വട്ടാണ്. 3 നബിദിനത്തിന് മൂപ്പരുണ്ടായിരുന്നു. അപ്പോ നിങ്ങളോട് കൂടി ഇവിടെ ചോദിക്കാണ്, പോവാണ്. പല നിലക്ക് സ്നേഹം കൊണ്ട് തന്നെ വീർപ്പും പിടിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യേണ്ടതും പേര് പറയേണ്ടതുമാണ്. പ്രത്യേകിച്ച് ആദ്യ റമദാനിൽ എന്റെ ഉമ്മയുടെ അസുഖം മൂലം ഞാൻ ആദ്യത്തെ 7 ദിവസം ഇവിടെ ഇല്ല, റമദാന്റെ തുടക്കത്തിൽ. അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പോവുകയാണ് എന്ന് ഇവിടെ ഒരു പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു. അത് തെറ്റിദ്ധരിച്ചതായിരിക്കും. പക്ഷെ ആ ദിവസങ്ങളിൽ സുബഹിക്കൊക്കെ പ്രായമുള്ള ആളുകൾ വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട്, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി ദ്വാർന്നിട്ടുണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. ആ കൊല്ലത്തിന്റെ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച എനിക്ക് നാട്ടിൽ ജോലി ശരിയായതാണ്. പക്ഷേ ആളുകളുടെ ഈ വികാര വായ്പിൽ വയ്യാന്ന് ഉമ്മ വിളിക്കുകയും പിറ്റേന്ന് രാവിലെ ദുആ ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ പറയുകയും ചെയ്ത ആ വൈകാരികതയിൽ ഞാൻ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചതാണ്. അവരോടൊക്കെ പ്രത്യേകമായി നന്ദി പറയുന്നു. അവർക്കൊക്കെ വലിയ ഉദ്ദേശങ്ങളും മുറാദുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല നിലക്ക് സഹായിച്ചവർ സഹകരിച്ചവരൊക്കെ ഉണ്ട്. പ്രാർത്ഥനയാണ് അവർക്ക് പകരം നൽകാനുള്ളത്. അതായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നതും. എല്ലാവരോടും നന്ദി, എല്ലാവരോടും സ്നേഹം അറിയിക്കാണ്. നമ്മളെയൊക്കെ അള്ളാഹു ഹൈറിന്റെ അഹലുകാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞതിന്റെ പേജ് പുറം മറിഞ്ഞുപോയി. പക്ഷെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ സ്വലാത്ത് ദിക്ർ, സ്വലാത്ത് ദുആ മജ്ലിസ് കഴിഞ്ഞ 2 വർഷവും അത് അതിന്റെ ദിക്റിന്റെ എണ്ണം 1000 തഹ്ലീലാണ്. 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ദിക്ർ സ്വലാത്താണ് നമുക്ക് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സ്ഥാപിക്കുകയും കുണ്ടൂർ ഉസ്താദ് വഴി കൈമാറി കിട്ടുകയും ചെയ്തിട്ടുള്ള ആ ഇജാസത്ത് പ്രകാരമുള്ള സ്വലാത്ത്. അതിന്റെ അതാണ്, അതിന്റെ യഥാർത്ഥ രൂപം അതാണ്. അപ്പൊ അത് നമ്മള് കഴിഞ്ഞ 2 തവണയും കഴിഞ്ഞ 2 തവണ മാത്രമല്ല, വളരെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മാത്രമേ അത് മുഴുവൻ ചെല്ലാൻ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. കാരണം ആളുകൾക്കുള്ള പ്രയാസം കൊണ്ടാണ്, നമുക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ 2 തവണ, ആദ്യ തവണ ഹുസൈൻ ഉസ്താദ് വന്നിരുന്നു. ഇവിടെ ഒരുപാട് കാലം സേവനം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അന്നും അതുപോലെ കഴിഞ്ഞ നബിദിനത്തിന് നമ്മൾ ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. അന്നും അത് മുഴുവനായും ചൊല്ലിയിട്ടില്ല. അത് മുഴുവനായും ചെല്ലണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായും പലതരം തിരക്കുകളും പലതരം ആവശ്യങ്ങളും ഉണ്ടാകും. അപ്പൊ എല്ലാവരുടെയും ഒരവസ്ഥ പരിഗണിച്ച് നമുക്കത് ചെയ്യാം എന്ന് നിങ്ങളോട് പറയാണ്. മുഴുവൻ ചെയ്ത് പൂർത്തിയാക്കുന്നതാണ് അതിന്റെ ഭംഗി. നമ്മുടെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഈ ഞായറാഴ്ച അവധിയുള്ളത് കൊണ്ട് എല്ലാ പണിയും ഞായറാഴ്ചക്ക് മാറ്റിവെച്ചിട്ട് ഞായറാഴ്ച ഒന്നിനും സമയം തികയാത്തൊരവസ്ഥ ഉണ്ടല്ലോ. എന്നതുപോലെ നമ്മൾ ഈ പരിപാടികൾ കാര്യമായി നടക്കുന്ന ദിവസം നമുക്ക് സമയം വളരെ കുറവായിരിക്കും.
അതുകൊണ്ട് അത് സഹകരിക്കണം. ആ 2 തവണയും അത് പൂർത്തിയാക്കി ചൊല്ലാൻ വേണ്ടപ്പെട്ടവർ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. തഹ്ലീല് അപ്പൊ 2ലും ഒരു 750 തഹ്ലീൽ ബാക്കിയുണ്ട്. അത് ചൊല്ലേണ്ടതാണ്, അല്ലെങ്കിൽ 313ന്റെ ബാക്കി ഉണ്ടാവും. ഏതായാലും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് നബി മദ്ഹാണ്, റബീ പ്രഭാഷണമാണ് നമ്മുടെ വിഷയത്തിലുള്ളത്. 2 കാര്യം സൂചിപ്പിക്കണം. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലേക്ക്, മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സഹാബികളൊക്കെ വട്ടം കൂടിയിരുന്ന് മുൻകാല നബിമാരുടെ ചരിത്രം, ആ പ്രധാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർ ഓരോ നബിയെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂസാ കലീമുല്ലാഹ് വഈസാ റൂഹുല്ലാഹ് വഇബ്രാഹീമു ഖലീലുല്ലാഹ് അലൈഹിമുസ്സലാത്തു വസ്സലാം. മൂസാ നബി അല്ലാഹുവിനോട് തൂരി സീനാ പർവ്വതത്തിൽ സംസാരിച്ച ആളാണല്ലോ. മൂസാ നബിയെ വിളിക്കുമ്പോ ഇഖ്ലാൻ അലൈക്, ചെരിപ്പുകൾ ഊരിവെക്കൂ മൂസാ എന്ന് അല്ലാഹുവിന്റെ വിളിയാളമുണ്ടായല്ലോ. പക്ഷെ എന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്രക്ക് ഇട്ട ചെരിപ്പോടുകൂടി ആകാശവാനലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധ റസൂലിന് കൊടുത്ത മഹത്വം എത്രയാണ്! അങ്ങനെ സഹാബികൾ ഈസ റൂഹുള്ളയാണ് അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയിൽ വിവാഹം കഴിക്കാത്ത മറിയം ബീവിക്ക് ജിബ്രീൽ മുഖേന ദിവ്യഗർഭമുണ്ടായെന്ന തെറ്റായ പ്രയോഗം പോലെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് കൊണ്ട് ഉദരത്തിൽ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആ വാദിക്ക്, ആ താഴ്വരക്ക് നടുവിലൂടെ ഖേദപ്പെട്ടു സങ്കടപ്പെട്ടു നടന്നുപോയല്ലോ മറിയം ബീവി. ആളുകൾ പറഞ്ഞുവല്ലോ, മറിയമേ നിന്റെ സഹോദരനോ നിന്റെ കുടുംബമോ ദുർവൃത്തരായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ സംഭവിച്ചു തന്തയില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ഗർഭിണിയായി ആ ഈത്തപ്പനയുടെ താഴ്ഭാഗത്തേക്ക് നടന്നു വരുമ്പോ പരിശുദ്ധ റസൂൽ, പരിശുദ്ധ ഈസാ നബി ഉദരത്തിലായിരിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, പ്രിയപ്പെട്ട മറിയമേ ദുഃഖിക്കണ്ട, സങ്കടപ്പെടേണ്ടതില്ല. ഉണങ്ങി നിൽക്കുന്ന ഈന്തപ്പന മരം ഒന്ന് പിടിച്ചു കുലുക്കൂ, നിങ്ങൾക്ക് റുത്തബൻ ജനിയ, മനോഹരമായ ഈത്തപ്പഴങ്ങൾ കിട്ടുമെന്ന്. ഗർഭിണിയാണ് മഹദി, ക്ഷീണിതയാണ് മഹദി. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കിയാൽ നല്ല സ്വാദിഷ്ടമായ ഈത്തപ്പഴങ്ങൾ കിട്ടുമെങ്കിൽ, ആ ജലാശയത്തിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കാമെങ്കിൽ മറിയം ബീവി അതാ അല്ലാഹുവിന്റെ ആജ്ഞ അനുസരിക്കുകയാണ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ഈസാ നബിയുടെ മഹത്വം സഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടെ സഹാബികളെല്ലാം വല്ലാത്ത ആവേശത്തിൽ മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ച് ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ആത്മമിത്രമെന്ന് പരാമർശിക്കുകയാണ്. 2 പ്രയോഗങ്ങളാണ്. ഒന്ന് ഹബീബാണ്, മറ്റത് ഖലീലാണ്. എന്താ വ്യത്യാസം? ഖലീല് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് വളരെ വേണ്ടപ്പെട്ട, അല്ലാഹു വളരെയേറെ ആദരിച്ചിട്ടുള്ള പ്രവാചകനാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ഖലീൽ എന്ന് പറഞ്ഞു, ആത്മമിത്രം. ഹബീബിന്റെ അർത്ഥവും ഭാഷാർത്ഥത്തിൽ ആത്മമിത്രം എന്ന് തന്നെയാണ്, കൂട്ടുകാരൻ. എന്താ വ്യത്യാസം? വ്യത്യാസം ഒന്നേ ഉള്ളൂ. ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കും. അള്ളാന്റെ ഉദ്ദേശങ്ങൾ ഇബ്രാഹിം നബി മനസ്സിലാക്കി അള്ളാന്റെ ഉദ്ദേശങ്ങൾ നിർവഹിച്ചു കൊടുക്കും. എങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു നൽകും. അതാണ് ഹബീബും ഖലീലും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വാർദ്ധക്യത്തിന്റെ അവസാന സമയങ്ങളിൽ ഒട്ടും പ്രതീക്ഷയില്ലാഞ്ഞിട്ടും സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ടും അള്ളാഹുവിനോട് പറഞ്ഞെനിക്കൊരു മകനെ തരുമോ
എനിക്കൊരു മകനെ തരുമോ, എനിക്കൊരു സൽസന്താനത്തെ നൽകുമോ, എന്റെ അനന്തരാവകാശിയായി ഒരു മകനെ നൽകാമോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഒരു മകനെ നൽകുമോ? കാത്തിരുന്നു, കരഞ്ഞ് അവസാനം അതാ ഒരു മകനെ നൽകുകയാണ്. ഒരു മകനെ നൽകിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. നാം സഹനശേഷിയുള്ള ഒരു മകനെ ഇബ്രാഹീമിന് നൽകി. എന്നിട്ടോ കുഞ്ഞുനാളിലെ കൊച്ചു വർത്തമാനങ്ങളിൽ കൈപിടിച്ചു നടക്കാനുള്ള പ്രായമായപ്പോ فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. മോനെ, നിന്നെ വധിച്ചു കളയാൻ, നിന്നെ എന്നും അറുക്കുന്നതായുള്ള രാക്കിനാവുകൾ എന്നെ പേടിപ്പെടുത്തുന്നുണ്ട് മോനെ. ഇസ്മായിലെ, നിന്നെ അറുത്തുകളയാനാണ് നിരന്തരമുള്ള സ്വപ്നം. എന്റെ കിനാവുകൾ പേക്കിനാവാകുന്നുണ്ട് മകനെ. എന്റെ രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് നിന്നെ അറുത്തുകളയാനുള്ള അള്ളാഹുവിന്റെ ദിവ്യബോധനമാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? നീ എന്തു പറയുന്നു? ആ വിവേകിയായ മകൻ പറയുന്നു, പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് കൽപ്പിക്കപ്പെടുന്നത് പോലെ പ്രവർത്തിക്കണേ. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അങ്ങത് നിറവേറ്റണേ, ശിരസ വഹിക്കണേ. എന്നെ നോക്കേണ്ടതില്ല, എന്നെ ശ്രദ്ധിക്കേണ്ടതില്ല. കാത്തു കിട്ടിയ മകനാണ്, കരഞ്ഞു പ്രാർത്ഥിച്ചു കിട്ടിയ മകനാണ്. ഒരുപാട് കാലത്തെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. പക്ഷേ മകനെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ മകൻ പറയുന്നു, പിതാവേ, സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അങ്ങേക്കെന്നെ ക്ഷമാശീലനായി കാണാം. എനിക്ക് മരണത്തിന്റെ വെളിപാടുകളോ വെപ്രാളങ്ങളോ ഇല്ല. ഞാൻ മരിക്കുമ്പോ, എന്നെ അറുക്കാൻ നിൽക്കുമ്പോ ഞാൻ അസ്വസ്ഥനാകില്ല. ഞാൻ ക്ഷമയോടെ ആ കനവ് കാത്തിരിക്കും. ഞാൻ നിനവോടെ നിങ്ങളുടെ തീരുമാനത്തിന് കാത്തു നിൽക്കും. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയരായി. ഇസ്മായിലിന്റെ കുഞ്ഞിളം നെറ്റി മണ്ണിൽ ചേർത്തുവല്ലോ ഇബ്രാഹിം. എന്നിട്ട് മകനെ അറുക്കാൻ തുടങ്ങുമ്പോ സഹനശേഷിയുടെ മകുടോദാഹരണം ആ മകൻ പറയുന്നുണ്ട്, പിതാവേ, ആശങ്കപ്പെടേണ്ട, അങ്ങ് സങ്കടപ്പെടുകയും വേണ്ട. അങ്ങനെ അറുക്കാൻ നിൽക്കുമ്പോ എന്റെ മുഖം അങ്ങ് കമിഴ്ത്തിക്കിടത്തണേ, എന്റെ മുഖം അങ്ങ് കമിഴ്ത്തിക്കെടുക്കണം. എന്റെ മുഖത്ത് വേദനയുടെ വെപ്രാളങ്ങൾ വന്നു ചേരുമ്പോ പിതാവെന്ന നിലയിൽ അങ്ങേക്ക് സങ്കടമുണ്ട്. മക്കൾക്കൊരു നേരത്ത് വിശന്നാൽ, രോഗം വന്നാൽ നമ്മുടെ പെടാപ്പാട് എത്ര വലുതാണ്, നമ്മുടെ സങ്കടം എത്ര വലുതാണ്, കൽബിന്റെ ഉരുക്കം തീരുക എപ്പോഴാണ്. അതുകൊണ്ട് മകന്റെ കാര്യം ആലോചിച്ചു സങ്കടപ്പെടുന്ന പിതാവിനോട് മകൻ പറയുന്നു, എന്നെ നിങ്ങൾ വധിക്കാൻ ഒരുങ്ങിയാൽ എന്റെ മുഖം അങ്ങ് കമിഴ്ത്തി കടത്തണം, എന്നിട്ട് എന്റെ കൈകാലുകൾ അങ്ങ് ബന്ധിക്കണം. മാത്രമല്ല എന്റെ കുപ്പായം അങ്ങ് അഴിച്ചെടുക്കണേ. എന്നെ കത്തികൊണ്ട് മുറിച്ചെന്റെ ഡ്രസ്സിൽ ചോര കണ്ടാൽ എന്റെ ഉമ്മാക്ക് സങ്കടമാകും. അതുകൊണ്ട് എന്റെ ഡ്രസ്സൂരി വെച്ച് എന്നെ നഗ്നനായി കിടത്തി അങ്ങ് അറുത്തുകൊള്ളുക എന്ന് മകൻ പറയുമ്പോ ആ പിതാവും മകനും കൂടി ആ പ്രത്യേകമായ കൽപ്പന നടപ്പാക്കുകയാണ്. ആ സമയത്ത് മകനെ അറുത്തു തുടങ്ങി. മകന്റെ കഴുത്ത് മുറിയാതിരിക്കുമ്പോ അള്ളാഹുവിന്റെ ആകാശലോകത്തു നിന്നുള്ള വിളിയാളം വരികയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖ്ത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ.
ഇബ്രാഹീമെ അങ്ങ് സ്വപ്നം സാക്ഷാത്കരിച്ചല്ലോ, നിങ്ങൾ വിധി നടപ്പാക്കിയല്ലോ, നിങ്ങൾ മകനെ അർപ്പണം ചെയ്യാൻ തയ്യാറായല്ലോ, അറവ് നിർത്തിക്കോളൂ. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹാസമർപ്പണം ഞാനിതാ അംഗീകരിക്കുകയാണ്. ഇനി അങ്ങ് മകനെ അറുക്കേണ്ടതില്ല, അറുക്കേണ്ട മൃഗത്തെ ഞാൻ അയച്ചു തരാം. അങ്ങനെയാണ് ആ സംഭവം കലാശിക്കുന്നത്. മതി, വിജയിച്ചു, ഇനി നിർത്തിക്കോളൂ. പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയ ശബ്ദങ്ങളോടെ അള്ളാഹുവിന്റെ അശരീരി വരികയാണ്. നിങ്ങൾ ഈ കരാറിൽ വിജയിച്ചു നിന്നു എന്ന് അള്ളാഹുവിന്റെ സന്ദേശം വരികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ലക്ഷ്യം നിറവേറ്റി കൊടുക്കലാണ് ഖലീലിന്റെ പണി. ഇനി നേരെ മറിച്ചോ, മഹാനായ നബിതങ്ങൾ മക്ക വിട്ടു മദീനയിലെത്തി. ഒരു പലായനം ചെന്നപ്പോ അവിടെയുള്ള യഹൂദികൾക്ക് ഇത് തങ്ങൾ പിൻപറ്റുന്ന യഥാർത്ഥ മതത്തിന്റെ പിന്മുറ തന്നെയാണ്, ഇത് യഥാർത്ഥ പാരമ്പര്യമാണെന്ന് തിരിച്ചറിയാൻ കുറച്ചുകാലം ബൈത്തുൽ മുഖദ്ദസ് കഅബയാക്കി. 16 മാസം അവിടേക്ക് തിരിഞ്ഞ് ആരംഭ റസൂൽ നിസ്കരിച്ചു. നമ്മൾ പറയാറില്ലേ ഇമാമുൽ ഖിബ്ലതൈൻ, രണ്ട് ഖിബ്ലകളുടെയും ഇമാമായി നിസ്കരിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സങ്കടപ്പെട്ട് 16 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിക്കുമ്പോഴും നബിക്ക് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ആഗ്രഹമാണ്. വഹി വരുന്നുണ്ടോ എന്ന് നോക്കി പരിശുദ്ധ റസൂൽ ആകാശത്തേക്ക് ജിബ്രീലിനെ പ്രതീക്ഷിച്ചു കണ്ണുകൾ ഉയർത്തി മുഖമുയർത്തി നിൽക്കുമ്പോ അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആകാശങ്ങളിൽ അങ്ങയുടെ കണ്ണുകൾ, അങ്ങയുടെ മുഖം ആകാശത്തിന്റെ ദിവ്യബോധനം കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയേ, അങ്ങയുടെ ഈ പെടാപ്പാട് ഞാൻ കാണുന്നുണ്ട് റസൂലേ, അങ്ങയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങക്ക് കഅബയിലേക്ക് ഖിബിലയിൽ തിരിഞ്ഞു നിസ്കരിക്കാൻ, മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാനുള്ള ആഗ്രഹം എനിക്കറിയാമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് തീർന്നില്ല, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നബിയെ അങ്ങേക്കിഷ്ടപ്പെട്ട കഅബ, അങ്ങേക്കിഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് നാം അങ്ങയെ തിരിക്കുകയാണ്. ഇനി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചങ്ങക്ക് മനോവിഷമം വേണ്ട, കഅബയിലേക്ക് തന്നെ തിരിഞ്ഞോളൂ എന്ന് അല്ലാഹു പറയുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങ് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോളൂ, അങ്ങ് കഅബയിലേക്ക് തന്നെ മടങ്ങിപ്പോന്നോളൂ, അങ്ങയുടെ ആഗ്രഹം അനുസരിച്ചു കാര്യം നടക്കട്ടെ എന്ന് അള്ളാന്റെ റസൂലിന്റെ ആഗ്രഹം നടത്തി കൊടുക്കുമ്പോ അത് ഹബീബാവുകയാണ്. അള്ളാഹുവിന്റെ ആഗ്രഹം നടപ്പാക്കുമ്പോൾ ഖലീലാവുകയാണ്. അങ്ങനെ ഈ രണ്ടു പ്രയോഗങ്ങളിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ദീൻ എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലിന്റെ ഇത്തിബാഇൽ വാർത്തതാണ്. റസൂലിനെ വിട്ടാൽ, റസൂലുമായുള്ള കണക്ഷൻ വേർപെട്ടാൽ പിന്നെ അള്ളാഹുവിന്റെ സവിധത്തിൽ എത്തിച്ചേരാമെന്ന്, അവിടെ ചെന്ന് ശാശ്വതമായ സ്വർഗം പുൽകാമെന്ന് വ്യാമോഹിക്കുകയേ വേണ്ട. നാളെ ഹൗദുൽ കൗസർ കുടിക്കുമ്പോ മലക്കുകൾ ഒരു കൂട്ടം ആളുകളെ ആട്ടിയാടി ഓടിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചില്ലേ, ആരാണവർ? ഹൗദുൽ കൗസറിന്റെ അടുത്ത് ലാ നളുമഉ ബഅദഹു അബദാ, പാലിനേക്കാൾ തൂവെള്ള നിറമുള്ള, അത് വലിയ മധുരമുള്ള തേനിനേക്കാൾ മധുരമുള്ള അങ്ങയുടെ ആ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ആ വെളുത്ത ജലാശയം ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹം വരാത്ത ആ ജലാശയം, ആ ജലാശയത്തിന്റെ അടുത്തേക്ക് ആഗ്രഹത്തോടെ ചെല്ലുന്ന മനുഷ്യരെ മലായികത്ത് തസൂദൂൻ, അവരാട്ടിയോടിക്കുന്നത് മുബ്തദികളെയാണ്, വിശ്വാസത്തിൽ കലർപ്പ് വരുത്തിയ ആളുകൾ, ഇസ്ലാമിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ മാർഗം വിട്ടുപോയ ആളുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം
പരിശുദ്ധ റസൂലിനെ മുറുകെ പിടിക്കാൻ, അവിടത്തേക്കുള്ള സലാത്തും സലാമും വർദ്ധിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി സ്വലാത്തിനെ മുറുകെ പിടിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് വാള് നിർത്തി. ഇനി ഉപദേശമാണ്. ഇപ്പൊ നിർത്തിട്ടോ. സംഭവം മൈക്ക തിരക്കിടില്ല തോന്നി ആൾക്കാരുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പക്ഷെ ഇതിന്റെ ശേഷം വേറുള്ള പരിപാടികൾ ഉണ്ടാവുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പൂതി മാറുന്നില്ല. അലിദ്ക്കടെ പോയി. പൂതി മാറുന്നില്ല പ്രസംഗിച്ചിട്ട്. വേണമെങ്കിൽ 2 ദിവസം ഇവിടെ വെച്ചല്ലേ, പൂതി മാറ്റിയിട്ട് പോവാ. ഇനി രക്ഷിതാക്കളോട് പറയണം. കുറെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാകും. ചിലപ്പോൾ രക്ഷിതാക്കൾ ചിലപ്പോൾ നിലവിൽ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കളായിരിക്കില്ല. നിങ്ങളുടെ മക്കളുടെ മക്കളോ ബന്ധുക്കളൊക്കെ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ മദ്രസയെ കുറിച്ചാണ് 1-2 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ഞാൻ എന്റെ മോളെ സ്കൂളിൽ ചേർക്കാൻ പോയി പഠിച്ചു. അപ്പൊ എനിക്ക് അവിടുന്ന് നോട്ടീസ് തന്നു. ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉള്ള സ്കൂളാണ്. പഠിക്കാൻ ചേർക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോയതാ. നോട്ടീസ് ഒന്നും എന്റെ കയ്യിൽ. അപ്പൊ അതിലിങ്ങനെ കുറെ പ്രത്യേകതകൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അഡീഷണൽ മോറൽ സ്റ്റഡി. എന്തായിരിക്കണേ? അഡീഷണൽ മോറൽ സ്റ്റഡി എന്ന് വെച്ചാൽ അഡീഷണൽ എന്നാണ് എന്താ, നിലവിൽ അതിനേക്കാൾ കൂട്ടിക്കൊടുക്കുന്ന മോറൽ സ്റ്റഡി, ധാർമ്മിക വിദ്യാഭ്യാസം നടത്തും. എന്ന് വെച്ചാൽ കുട്ടിക്ക് മതപരമായ വിദ്യാഭ്യാസം കൂടി അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് നോട്ടീസുള്ളത്. അപ്പൊ ഞാൻ അവിടുത്തെ പ്രധാന അധ്യാപകനോട് ചോദിച്ചു, എന്താ ഈ അഡീഷണൽ മോറൽ സ്റ്റഡി എന്ന് പറഞ്ഞ കുന്ത്രാണ്ട എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞ്, അതൊന്നുമില്ല ഉസ്താദേ, സ്കൂളിലെ ആദ്യത്തെ ബസ് 9:10 ഗ്രൗണ്ടിലെത്തും. രണ്ടാമത്തെ ട്രിപ്പ് 9:50 ഗ്രൗണ്ടിലെത്തുക. 9:10 വന്ന കുട്ടികള് മുറ്റത്ത് മുഴുവൻ ഓടിക്കളിച്ച് വിയർത്ത് കുളിച്ച് അവരുടെ കളസവും കോബീനും ഒക്കെ വൃത്തികേടാക്കും. കളസവും കോബീനും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ടൈയും നിക്കറൊക്കെ. അതാകെ കൊളാക്കും. അതുകൊണ്ട് അവരെ ഒതുക്കി നിർത്താനുള്ള ഒരു പരിപാടിയാണ് ഈ അഡീഷണൽ മോറൽ സ്റ്റഡി. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു മൂല്യരൊക്കെ ആവേണ്ടത് സംഭവം നടക്കണ്ടെന്ന് നമ്മൾ പിന്നെ ആലോചിച്ചിട്ടായിരിക്കും. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് ഇപ്പൊ ഇതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഗോൾഗേറ്റ് വാങ്ങണതും ഗോൾഗേറ്റ് വാങ്ങാതിരിക്കണതും, അജിമിന്റെ പുട്ടുപൊടിനെ മാത്രം തെരഞ്ഞു വാങ്ങണത്. പിന്നെന്തൊക്കെയാണ് കുറെ സാധനങ്ങളുണ്ട്, സാമ്പാർ പൊടിയൊക്കെ ഉണ്ടല്ലോ. നമ്മള് പ്രത്യേക ബ്രാൻഡ് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ പരസ്യം കണ്ടിട്ടാണ്. വിശദീകരിക്കണില്ല. അപ്പോ ഈ പരസ്യം കാര്യമായിട്ട് നടക്കുക, ഉള്ളിലൊന്നുമില്ലാത്ത വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോ ഇപ്പൊ നമ്മുടെ മദ്രസകൾ, ഈ മദ്രസ മാത്രമല്ല മൊത്തം മദ്രസകൾ, സ്കൂളിലേക്കുള്ള ബസ്സിന്റെ ടൈമിംഗ് ശരിയാക്കുന്ന ഒരു ബസ് സ്റ്റോപ്പായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് മുതിർന്ന ക്ലാസ്സുകളാകുമ്പോൾ അത് കൂടുതൽ ബോധ്യപ്പെടും. ഇവിടെ 7 വരെയുള്ളൂ, അതുകൊണ്ട് വല്ലാതെ ബോധ്യപ്പെടലില്ല. പിന്നെ വല്ലാതെ ബോധ്യപ്പെടാൻ നമ്മൾ സമ്മതിക്കലുമില്ല. അങ്ങനെ 2 നിലക്കും ഉണ്ട്. അപ്പൊ ബസ് വരുന്നത് വരെ കുട്ടികൾക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതെ കയറി നിൽക്കാനുള്ള ഒരു സംവിധാനമായി നമ്മുടെ മദ്രസകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചിട്ടില്ലെങ്കിലും ശരി. നമ്മുടെ മദ്രസകൾ എന്ന് വെച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്തയുടെ 2 സമസ്തയുടെയും മദ്രസകൾ അക്ഷരം പഠിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുട്ടികളെ ആദ്യം അക്ഷരമാണ് പഠിപ്പിക്കുക, പിന്നെ വാക്ക് പഠിപ്പിക്കും, പിന്നെ വാചകം പഠിപ്പിക്കും. അതാണ് പഠനത്തിന്റെ ശരിയായ രീതി. എന്നാൽ കുട്ടിക്ക് നോക്കി വായിക്കാൻ കിട്ടുന്നത് കാണാപ്പാഠം പഠിക്കാനും പറ്റും. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫാത്തിഹ ഓതും കുട്ടി, ഖുൽഹു അല്ലാഹു ഓതും കുട്ടി, ഖുല്ലാദ് റബ്ബിൽ ഫലഖ് ഓതും കുട്ടി. നിനക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഖുർആൻ നേരത്തെ പഠിപ്പിക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ പരിസരത്തുണ്ട്. അവിടെയൊക്കെ നമ്മൾ മക്കളെ താല്പര്യപൂർവ്വം കൊണ്ട് ചേർക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം, കുട്ടിക്ക് ഫാത്തിഹ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും പോലെ ചൊല്ലാനറിയും. പക്ഷെ കുട്ടിക്ക് ഫാത്തിഹയിലെ ഒരു 4ാമത്തെ ആയത്തിൽ വിരൽ വെച്ചിട്ട് ഓദിപ്പിച്ച് നോക്കിയാൽ അറിയും കുട്ടിക്ക് ആ അക്ഷരം തിരിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. നിങ്ങൾ ആരും നിരുത്സാഹപ്പെടുത്തല്ല, ചിന്തിക്കാൻ വേണ്ടി പറയും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഈ തത്തമ്മേ പൂച്ച പൂച്ച നിരക്കുള്ള ഈ പഠനം കൊടുക്കുകയും അവർക്ക് വാക്കോ അക്ഷരമോ തിരിയാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ കുട്ടികളെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ചേർക്കാൻ നിൽക്കുമ്പോൾ കുട്ടി പഠിക്കുന്നത് സ്കൂളിൽ 7 ആയിരിക്കും. പക്ഷെ കുട്ടിക്ക് നമ്മൾ യോഗ്യതാ പരീക്ഷ നടത്തുമ്പോൾ കുട്ടിയെ 3ാം ക്ലാസ്സിൽ ചേർക്കാൻ പോലുള്ള യോഗ്യത കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പോ പിന്നെ നമ്മൾ സ്കൂളും മദ്രസും വളരെ വലിയ വ്യത്യാസം വരുന്ന 4 ചേർക്കും. ഇതൊക്കെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയണം കേട്ടോ, നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും പറയാണ്. അതുകൊണ്ട്
കുട്ടികൾക്ക് ഖുർആൻ ചെറുപ്പത്തിലെ പഠിക്കുമെന്ന് ആ പരസ്യവാചകം കേട്ട് മക്കളെ എന്ത് ചെയ്യണ്ട, മദ്രസയിൽ നിന്ന് വിട്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ചേർത്താൻ ശ്രമിക്കണ്ട. ഇക്കാര്യങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിയെ വിളിച്ചിട്ട് ഓന്റെ പാഠഭാഗങ്ങളൊന്ന് വായിപ്പിച്ചു നോക്കിയാൽ ഈ സംശയം തീരും. അക്ഷരം തിരിഞ്ഞ കുട്ടികളുടെ കാര്യമല്ല പറയുന്നുട്ടോ. വളരെ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ നിന്നൊക്കെ അല്ലെങ്കിൽ തുടക്കം മുതലേ 3 വയസ്സ് 4 വയസ്സിലൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു സംഗതി, നമ്മുടെ പരിസരങ്ങളിലൊക്കെ വിവിധ ആളുകൾ മദ്രസ നടത്തുന്നുണ്ട്. മുജാഹിദുകളും ജമാഅത്തുകളൊക്കെ മദ്രസ നടത്തുന്നുണ്ട്. അവർക്കൊക്കെ പല സൗകര്യങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അവരെ പെരുമാറ്റം പോലും, ആ ഉസ്താദ്മാരെ പെരുമാറ്റം പോലും നമ്മുടെ പെരുമാറ്റമായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഉയർന്ന പെരുമാറ്റമായിരിക്കും. കുട്ടികളോടൊക്കെ കുറച്ചും കൂടിയൊക്കെ ഇൽഫത്തും സ്നേഹവും ഒക്കെ ഉണ്ടാവും. ബഹളമൊന്നും ഉണ്ടാക്കില്ല, സാവധാനത്തിൽ പറയും. അതൊക്കെ അതിന്റെ പോസിറ്റീവ് കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ പഠിച്ചിരുന്ന കുട്ടിക്ക് കഴിഞ്ഞ വർഷം വരെ പാട്ടുപാടിയ കുട്ടിക്ക് കൊല്ലം പാട്ടുണ്ടാവില്ല. അപ്പൊ പഠിപ്പിക്കുന്നിടത്ത് വിദ്യാഭ്യാസം മാത്രമല്ല കിട്ടുന്നത്, കുട്ടിക്ക് വിശ്വാസപരമായ ബിദ്അത്തും കൂടിയാണ് കിട്ടുന്നത്. അപ്പൊ കുട്ടി കഴിഞ്ഞ വർഷം വരെ പാട്ടുപാടുന്ന കുട്ടിയായിരിക്കും, നബിദിനത്തിന് പ്രസംഗിച്ചിരുന്ന കുട്ടിയെക്കാരം ഈ വർഷം കുട്ടിക്ക് നബിദിനം ഉണ്ടാവില്ല, പാട്ടും ഉണ്ടാവില്ല, പ്രസംഗം ഉണ്ടാവില്ല. അതിന് തന്നെ മനസ്സിലാക്കും ഇത് വിദ്യാഭ്യാസം മാത്രമല്ല ഇതിന്റെ ഫോക്കസ് എന്ന് അതിന് തന്നെ തിരിച്ചറിയാൻ പറ്റും. കുട്ടിക്ക് ഉള്ളത് പലതും മുടങ്ങും എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. അത് പഠിപ്പിക്കുന്ന രീതി തെറ്റാണ്. തെറ്റാന്ന് വെച്ചാൽ കുട്ടിക്ക് സ്വയം അത് ആർജിക്കാൻ കഴിയുന്നില്ല. ഇനി നമ്മുടെ ഇവിടെ മദ്രസ 7 വരെയുള്ളത്. 7ാം ക്ലാസ് മദ്രസ കഴിയുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണത്തിന് കഴിയണം. അതുപോലെ നിസ്കാരം തെറ്റില്ലാതെ നിർവഹിക്കാൻ കഴിയണം. ഇത് മാത്രം കുട്ടിക്ക് കിട്ടിയാൽ മതി. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈമാൻ കാര്യങ്ങൾ കുട്ടിക്ക് അറിയണം. അല്ലെങ്കിൽ നരകം അവരുടെ വീടാണെന്ന് കുട്ടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം കാര്യം ഈമാൻ കാര്യമൊക്കെ കുട്ടിക്ക് അറിയണം. പക്ഷേ സക്കാത്ത് അതിന്റെ ആ ഒരു സമയം വരുമ്പോൾ അതിന്റെ മസാലകൾ കിട്ടാൻ വേറെയും വകുപ്പുണ്ട്. കുട്ടിക്ക് 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ തന്നെ ഹജ്ജിന് കുട്ടി പോകുകയെന്ന് വെച്ചാൽ ഹജ്ജ് ക്ലാസ് എമ്പാടും ഉണ്ട്. ഇഷ്ടം പോലെ വിവരങ്ങൾ കിട്ടും. നോമ്പിന്റെ പള്ളിക്കുന്ന അത്യാവശ്യമുള്ളതൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ റബീഇ കിസ് നടത്തിയാൽ വാഫി ഉസ്താദും പറയും കുറച്ച് കാര്യങ്ങളൊക്കെ. അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ നോമ്പ് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചിലാവും. അള്ളാഹു നമ്മുടെ അമ്മലൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോ അതിനൊക്കെ പിന്നെയും ചാൻസ് ഉണ്ട്. പക്ഷേ കുട്ടികൾ 7 വരെ പഠിച്ചിട്ട് കുട്ടിക്ക് തെറ്റാതെ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ, കുട്ടിക്ക് നിസ്കാരം അറിയില്ലെങ്കിൽ എന്നാൽ നിങ്ങൾ കുട്ടിനെ വെറുതെ ചെന്നിട്ട് അത്തഹിയാത്ത് ഓതിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ കുട്ടിനോട് അത്തഹിയാത്ത് എഴുതി തരാൻ പറഞ്ഞാൽ മതി. കുട്ടിക്ക് അത്തഹിയാത്ത് ശരിയാകുണ്ടോന്ന് അതിന് കിട്ടും. കുട്ടിക്ക് അത്തഹിയാത്ത് ശരിയാതെ കുട്ടിയുടെ നിസ്കാരം ശരിയാവില്ലല്ലോ. വജ്ജഹത്ത് പിന്നെ സുന്നത്താന്ന് വിചാരിക്കുക, പഠിക്കേണ്ടെന്നല്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണല്ലോ അത്തഹിയാത്ത്. അത് കുട്ടിക്ക് ലഭ്യമാകാതെ, കുട്ടിയുടെ മഖ്റജ് ശരിയാവാതെ ആ കുട്ടിയുടെ നിസ്കാരം ശരിയാണില്ല. 1-2 കൊല്ലല്ല ആ കുട്ടി നിസ്കരിക്കണം, അത്രയും കാലം അത് ശരിയാണില്ല എന്നർത്ഥം. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ ഇവിടെ മാത്രമല്ല കേട്ടോ. ഇതിപ്പോ നിങ്ങളെ കുറിച്ചാണോ ഇവിടത്തെ കുറിച്ചാണോ പറഞ്ഞ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. മൊത്തം മദ്രസ സമ്പ്രദായത്തിന് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വലിയ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതരം കാരണങ്ങളുണ്ട്. അപ്പൊ ഇവിടെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 12 വയസ്സുണ്ട്. 12 വയസ്സ് കുട്ടിക്ക് കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടിയുടെ മദ്രസ കഴിഞ്ഞു. ഇപ്പൊ അവിടെ സർട്ടിഫിക്കറ്റ് തന്നെ ചെയ്യും. 5ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 7ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ്. ഈ 2 സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടിയും രക്ഷിതാവും വിചാരിക്കണം എന്താ, അത്യാവശ്യം ഇൽമൊക്കെ ആയി, ഇനിയിപ്പോ കുട്ടിക്ക് ഫത്വ കൊടുക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് ധാരണ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതുകൊണ്ട് കുട്ടിക്ക് ഒരു ഘട്ടത്തിലെ ഒരു അഭിനന്ദന നിലക്ക് മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ. മാത്രല്ല 12 വയസ്സുള്ള കുട്ടിക്ക് ബുദ്ധി ഉറക്കുന്ന സമയത്ത് ആ കുട്ടി മദ്രസ നിർത്തിയാൽ കുട്ടിക്ക് അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഉറക്കാൻ പോകുന്നത്. അപ്പൊ അത് കുട്ടിക്ക് നഷ്ടമാകും എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. മറ്റൊന്ന്, 10ാം ക്ലാസ്സിന്റെ മുമ്പ് തന്നെ കുട്ടികൾ ഇപ്പൊ വിദ്യാഭ്യാസം നിർത്തും. മദ്രസ നമ്മളെ മദ്രസ 7 വരെയുള്ളൂ. 7 കഴിഞ്ഞാൽ പിന്നെ പലരും അത് തയ്യാറാവില്ല. ചിലവരൊക്കെ ഇവിടുന്ന് പഠിച്ച പല കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷം മേലത്തെ വർഷം ഇവിടെ തന്നെ പഠിക്കാൻ തയ്യാറായിരുന്നു. നമുക്ക് അപ്പൊ സൗകര്യം ഒരുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം ഉണ്ട്, പക്ഷെ അധ്യാപകൻ സ്പേസ് അങ്ങനെ കുറച്ച് വേറെ കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ശോഷണാവസ്ഥ കൊണ്ടാണ്. പിന്നെ 8 വന്നാൽ സ്വാഭാവികമായിട്ട് 9 വേണം, 9 വന്നാൽ 10 വേണം. അങ്ങനെയുള്ള കുട്ടികളെ തുടർത്തിക്കൊണ്ടുണ്ടത്. അപ്പൊ അക്കാര്യത്തിൽ നമ്മൾ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പുറത്തും നമുക്ക് പഠിപ്പിക്കാൻ സൗകര്യമുണ്ട്. കുട്ടികൾക്ക് ചെല്ലുന്നെത്താവുന്ന കൊണ്ടാക്കിയാൽ തന്നെ മുതലാവും. എല്ലാ ദിവസവും കുട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കിയാലും നഷ്ടമൊന്നും വരില്ല. അപ്പോ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മയ്യത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിപാലനങ്ങളും പഠിപ്പിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. അപ്പോ സ്വന്തം ഉമ്മ മരിച്ചാൽ ഉപ്പ മരിച്ചാൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ ആ കുട്ടിക്ക് പറ്റും. പ്രാക്ടിക്കലായി അത് വളരെ വിദഗ്ധമായി പഠിപ്പിച്ചാൽ അത് ഒരു രക്ഷിതാവിനെയോ കുട്ടിയെയോ മദ്രസയിൽ ഒരു ക്ലാസ് വെച്ച് ബോധ്യപ്പെടുത്തിയാൽ, ഒരു 8ാം ക്ലാസ്സിൽ എടുക്കുന്ന ഒരു കുട്ടി ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ഡെമോ കാണിച്ചാൽ എല്ലാ ആളുകളും എന്ത് ചെയ്യും, ആ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാവും ചെയ്യും. കാരണം എന്താ വെച്ചാൽ മരിച്ചു പോണല്ലോ എല്ലാവർക്കും.
അതുകൊണ്ട് ആ നിലക്കൊക്കെ കുട്ടികളുടെ പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ ഇത് നിർത്തിക്കളയാണ്. നേരത്തെ ഇവിടെ പുരസ്കൃതനായ റസിൻ, ആ പുരസ്കാരം വളരെ തന്മയത്വത്തോടെ ചെയ്യേണ്ടതുണ്ടെന്ന് വളരെ നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തതിന്റെ കാരണം, റസീന് പുരസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ അവിടെ 2-ാം തീയതി ഭക്ഷണം കഴിക്കാൻ പോണതാണ്. അവര് പറഞ്ഞത് ട്രോഫി വെക്കാൻ സ്ഥലമില്ല ഉസ്താദേ എന്നാണ്. കണ്ടമാനം ട്രോഫി കിട്ടിയിട്ട് വെക്കാൻ സ്ഥലമില്ല. കുറെ എണ്ണം ചാക്കിൽ കയറ്റിയിട്ട് അട്ടത്തിട്ടിക്കണ്, വകുപ്പില്ല, വെക്കാൻ സ്ഥലമില്ല, അതിനൊക്കെ സ്ഥലം വേണല്ലോ. റസീനും തന്നെ ഇത് വാങ്ങി മടുത്തുക്കണ്. റസീന് ഒരു കമ്പമില്ല വാങ്ങാൻ. പക്ഷെ ഞാനത് കൊടുക്കണം, ഇവിടുന്ന് കൊടുക്കണം എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം റസിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ കാണുന്ന രക്ഷിതാക്കള്, ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ പോണത് എവിടുന്ന 10ാം ക്ലാസ്സിൽ നിന്നാണ്. അതിന് മുമ്പ് തന്നെ ചിലപ്പോ തുടങ്ങും. ട്യൂഷൻ ഉണ്ട്, രണ്ടും പാടെ തലയിൽ കയറൂല എന്ന് കുട്ടികൾ പറയും. മതവും ഭൗതികവും പാടെ പഠിക്കാൻ പറ്റൂല എന്ന് കുട്ടികൾ പറയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളീ കൊടുക്കുന്ന മതഭൗതിക സിലബസ് എന്ന് പറയുന്നത് നമ്മളെ അകത്തെ പള്ളിയിൽ, ഏത് ആവിക്കൽ പള്ളിയിലല്ല, വലിയ പള്ളിയിൽ ഒരു ഈച്ച കയറിയതുപോലെ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ വെച്ചത് മാത്രം, അത്ര മാത്രമേ ഉള്ളൂ ഈ സിലബസ് മുഴുവൻ കുട്ടി പഠിച്ചാൽ കുട്ടിയുടെ തലയിൽ കയറാൻ അത്രയേ ഉള്ളൂ. നമ്മുടെ തലച്ചോറിന് അത്രയും വലിയ സാധ്യതകളുണ്ട്, അത്രയും വലിയ ബുദ്ധിയും ഓർമ്മയും അള്ളാഹു നമ്മുടെ ഈ കഴുത്തിന്റെ മുകളിലുള്ള കുഞ്ഞിക്കുടുക്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ ഉപ്പാന്റെ ലാംഗ്വേജാണ്. കഴുത്തിന് മുകളിൽ കുഞ്ഞിക്കുടുക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതിൽ നിറച്ചിന് വ്യത്യാസം ഉണ്ടാവും എന്ന് പറയും. അതിൽ ഈ കുഞ്ഞിക്കുടുക്കിൽ അതിനൊക്കെ കൊള്ളാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ കുട്ടികൾ വെറുതെ പറ്റിക്കാണ്. എന്ത് അല്ല, ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. ട്യൂഷൻ ഉണ്ട്, പറ്റിയതുണ്ട്, മദ്രസയിൽ പറ്റൂല എന്ന് പറയും. അത് 7 കഴിഞ്ഞ് ഹൈസ്കൂളിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞു തുടങ്ങും, അതിന് മുമ്പും പറഞ്ഞു തുടങ്ങുന്നുണ്ടാവും. ഇപ്പൊ രക്ഷിതാക്കളും കുറെ വട്ടം മദ്രസയിൽ പോകാൻ പറഞ്ഞു, പിന്നെയും കുട്ടി വാശി പിടിക്കുകയാണെങ്കിൽ തൽക്കാലം എന്നാ പോണ്ട, സ്കൂൾക്ക് പോയാൽ മതി എന്ന് രക്ഷിതാക്കൾ പറഞ്ഞു പോവും. അതാരും കുറ്റല്ല. അപ്പോ കുട്ടിക്ക് അതിനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ആ കുട്ടീനെ അതിന് തെളിവാണ്. ആ കുട്ടി രണ്ടും പഠിച്ചുകൊണ്ട് കുട്ടിക്ക് ഒരു കുറവും വന്നിട്ടില്ല. കുട്ടി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ആണ് ഇപ്പൊ റസീൻ മദ്രസയിൽ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രത്യേകിച്ചും ദീന് പഠിക്കുന്ന ആളുകൾ ദുനിയാവ് അതിന്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ, മതം പഠിക്കുമ്പോൾ ഭൗതികം പഠിക്കുന്നവർക്ക് അതൊരു സഹായമാകും. അത് വഹീന്റെ ഇൽമാണല്ലോ, അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണല്ലോ. അത് തലി കയറിയാലും അതിന്റെ ഒരു സപ്പോർട്ട് മറ്റോടത്തും ഉണ്ടാവും. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം വേണമെന്നുള്ള വിചാരമാണ്. പണ്ടൊരു കപ്പിത്താൻ യുദ്ധം തോറ്റു വന്നപ്പോ രാജാവ് ചോദിച്ചു, എന്താ യുദ്ധം തോറ്റെന്ന്. നാവികസേനയുടെ ആള് പറഞ്ഞ്, യുദ്ധം തോറ്റത് 10 കാരണങ്ങളുണ്ട് രാജാവേന്ന്. എത്ര കാരണങ്ങളുണ്ട്? 10 കാരണങ്ങളുണ്ട്. അപ്പൊ രാജാവ് കാരണം പറയാൻ തുടങ്ങിയപ്പോ രാജാവ് ഇയാളോട് പറഞ്ഞ് 10 കാര്യമുണ്ടെന്ന് പറഞ്ഞു. 11ാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് ശരിക്കുള്ള കാരണം. ഈ യുദ്ധം ജയിക്കണമെന്ന് ഈ വിചാരിച്ചിട്ടില്ല. ഈ യുദ്ധം ജയിക്കണമെന്ന് ഈ വിചാരിച്ചില്ല. 11ാമത്തെ കാരണം അതാണ് യുദ്ധം തോൽക്കാനുള്ള കാരണം. നമ്മളിപ്പോ സാധാരണ പറയലോ, നായയുടെ വാല് 12,000 കൊല്ലം കുഴലിട്ടാലും നീരൂല എന്ന് പറയില്ലേ. എന്താ കാരണം? ഇതൊന്നും നീർത്തിയെടുക്കണമെന്ന് പട്ടിക്ക് തോന്നിയിട്ടില്ല. അതന്നെ കാരണം. അങ്ങനെ ഒരു കാരണം ഉണ്ടല്ലോ, ഇതൊന്നും നീർത്തിയെടുക്കണമെന്ന് പട്ടിക്ക് തോന്നണല്ലോ. ലാ യുഗയ്യിറുല്ലാഹു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ജനത സ്വയം മാറാതെ അള്ളാഹു അവരെ മാറ്റുകയില്ല. അപ്പൊ വേണം എന്നുള്ള തോന്നുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേലും കഴിക്കും. അങ്ങനെ കഴിക്കണ 2-3 പ്ലാവുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും, വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ വേണമെന്ന് വിചാരിച്ചതൊക്കെ നടക്കും. ആ വിചാരം ആദ്യം വേണം, കുട്ടിക്കും വേണം, രക്ഷിതാവിനും വേണം. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ, പോകാൻ നേരത്ത് അയാൾ കുറെ സാധുപദേശം, ഇയാൾ 2 കൊല്ലം എന്ത് ഇതുണ്ടാക്കിയത് എന്ന് ചോദിക്കരുത്. ഞാന് പരമാവധി എന്നെ കൊണ്ടാവണത് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ഒന്നും ഇവിടെ ചെയ്തില്ല എന്നോ കുട്ടികളോ ബാക്കിയുള്ള ആളുകളോ മോശക്കാരാണെന്നോ പറയാനോ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. എന്റെ കൽബ് കരഞ്ഞിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന ഒരു സങ്കടം എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈകി എന്ന് ഏറെ അറിഞ്ഞിട്ടും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈകിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ റിനാസിന് പുരസ്കാരം കൊടുത്തത് റിനാസിന് എന്തെങ്കിലും അഭിമാനമോ രക്ഷിതാക്കൾക്ക് സന്തോഷം ഉണ്ടാവാനല്ല, അത് ബാക്കിയുള്ളവർക്ക് ഒരു പാഠം കിട്ടാനാണ്. നേരത്തെ സെക്രട്ടറി ബഷീർക്ക് അത് സൂചിപ്പിച്ചു. അത് ഇവിടെ ഉള്ള ആളുകളെ കണ്ണു തുറക്കാനാണ്. നിങ്ങൾക്ക് ഇത് കണ്ണിറയെ കാണാനാണ്. ഈ പറഞ്ഞ സംഗതി വേണമെങ്കിൽ നടക്കുമെന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ വേണമെങ്കിൽ നടക്കും. ഒന്ന് മറ്റൊന്നിനെ തടസ്സാകൂല, ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കൂല. പ്രത്യേകിച്ച് ഇൽമ പഠിക്കുന്ന ആളുകൾക്ക് വഹീന്റെ ഇൽമായതുകൊണ്ട് ഭൗതിക പഠനം എളുപ്പമാവുകയാണ് ചെയ്യാം. അത് ആ നിലക്കൊക്കെയുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് നടത്തണം. കുട്ടികളെ 7 കഴിഞ്ഞോ 10 കഴിഞ്ഞോ വലിയ ഉന്നത കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ പറ്റുന്നവർ പഠിപ്പിക്കണം. ചെന്ന് ആക്കി ഹോസ്റ്റലിൽ വെച്ച് നിർത്തി പഠിപ്പിക്കണം.
കാരണം എന്താ വെച്ചാല് കുട്ടികളെ ഒറ്റ കുട്ടി നാട്ടിൽ നന്നായാൽ ആ നാട് നന്നാവും. തറാവീഹിന് ഒരു ഇമാമിനെ കിട്ടായിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ നിസ്കരിക്കാത്തത്. ഒരു ഇമാമ് നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരാളെ കിട്ടായിട്ടാണല്ലോ നമുക്ക് നിസ്കാരം മുടങ്ങിപ്പോണത്. ഒരു പെൺകുട്ടി ഒരു നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി നിന്നാൽ ആ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ നിസ്സങ്കോചം അതിൽ പങ്കെടുക്കാം. എവിടെ വെച്ച് നടത്തിയാലും അതിന്റെ ഒരു അതിർവരമ്പുകൾ പാലിച്ച് നടത്തിയാൽ വീടുകളിലോ മറ്റൊക്കെ വളരെ സുഖകരമായി നടക്കും. അങ്ങനെ ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾ ഇപ്പൊ ഉണ്ട്. അതൊക്കെ പഠിപ്പിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. അവിടേക്കൊക്കെ പറ്റിയ മക്കളെ പറഞ്ഞേക്കണം. എല്ലാ മക്കളെയും പറ്റൂല. പറ്റിയ മക്കൾ, എല്ലാ മക്കളെയും എല്ലാവരും ഒക്കെ പറ്റും, ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് പറ്റും. പക്ഷെ ഈ പ്രൊഫഷനിലേക്ക് അതിനെ എത്തിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ മദ്രസ പല നിലക്കും നല്ല മദ്രസയാണ്. എന്ന് വെച്ചാൽ കുറഞ്ഞ കുട്ടികളുള്ളൂ, 48 കുട്ടികളുള്ളൂ. അത് ഏകദേശം 33 വീടുന്നാണ് 48 കുട്ടികൾ വരുന്നത്. 25 ആൺകുട്ടികളും 23 പെൺകുട്ടികളും. അതില് അവരെ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കാനും എല്ലാവരോടും ചോദ്യം ചോദിക്കാനും എല്ലാവരും ഖുർആൻ ഓതിപ്പിക്കാനൊക്കെ സമയം കിട്ടും. കാരണം 2, 3, 4, 5 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് നമുക്ക് കിട്ടുന്ന സമയം 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ്. അപ്പൊ നേരത്തെ കൃത്യസമയത്ത് വരികയും കുട്ടിയുടെ കയ്യിൽ ആവശ്യമായ പഠനോപകരണമൊക്കെ ഉണ്ടാവുകയും ചെയ്താൽ ഒരു നിലക്ക് ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ മദ്രസയാണ് നമ്മുടെ മദ്രസ. അത് 10, 20 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ നടക്കൂല. അതുകൊണ്ട് നമ്മളിപ്പോ ചെറിയ മദ്രസയാണ്, ഇവിടെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ, ഇവിടെ പഠിപ്പിച്ച ഉസ്താദുമാരിപ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അതിന്റെ ഒന്നും പേരിൽ മദ്രസ മാറ്റാനോ ദൂരത്തേക്ക് ചേർക്കാനോ ശ്രമിക്കേണ്ടതില്ല. ഞാൻ ശ്രമിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ആ നിലക്കൊക്കെ വളരെ സുഖകരമായ മദ്രസയാണ്. അതുകൊണ്ട് വ്യക്തിയെ ശ്രദ്ധിക്കാൻ, കുട്ടിയെ ശ്രദ്ധിക്കാനൊക്കെ ഉസ്താദുമാർക്ക് പറ്റുന്ന മദ്രസയാണ്. അതുകൊണ്ട് ആ അനുഗ്രഹമായ ആ അവസ്ഥ നമ്മൾ മുതലാക്കണം എന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നിസ്കാരം, ഖുർആൻ പാരായണം ശരിയായിക്കണമെന്ന് പരിശോധിക്കുകയും അതിന് എക്സ്ട്രാ എന്തെങ്കിലും കോച്ചിങ് നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തുകയും വേണം. ഇപ്പോ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും രണ്ടാമത്തെ ഞായറാഴ്ച, ഓരോ മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ച ഖുർആൻ ഡേ ആണ്. അന്ന് 1ാം ക്ലാസ് അല്ലാത്ത മുഴുവൻ ക്ലാസ്സിനും ഖുർആൻ മാത്രമാണ് എടുക്കുന്നത്. കാരണം എന്താ, 7 വരെ ഖുർആൻ പഠിച്ച് ഖുർആൻ 2 തവണ മുഴുവനായി പാരായണം ചെയ്ത് നിയമാനുസരണം പാരായണം ചെയ്ത് കേട്ട കുട്ടിക്കും നിയമങ്ങളിൽ പ്രശ്നമുണ്ട്, കുട്ടി മറന്നു പോകുന്നുണ്ട്, കുട്ടിക്ക് അത് പൂർത്തിയായിട്ടില്ലാത്തത് കൊണ്ട് 8ലും 9ലും 10ലും 11ലും 12ലും ഈ 5 ക്ലാസ്സിൽ മുസഹഫ് ഇല്ല. എന്നിട്ട് അവർക്ക് എക്സ്ട്രാ ദിവസം വെച്ച് എല്ലാ കുട്ടികൾക്കും ഇത് പഠിപ്പിക്കണം. അത് നമുക്ക് പല പരിമിതികളുണ്ട്. ചില ദിവസങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും, ചില ദിവസം നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇതാവുന്നില്ല. അപ്പൊ അത് ആക്കി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇനിയിപ്പോ സിലബസ് അടുത്ത വർഷം പുസ്തകങ്ങളൊക്കെ മാറും, സിലബസിലൊക്കെ കാര്യമായ പരിഷ്കരണം വരുത്തണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾക്ക് കുറഞ്ഞ സമയം, ഇനിയിപ്പോ സ്കൂൾ വിദ്യാഭ്യാസം ചുരുക്കിയത് കൂട്ടാൻ നമുക്ക് സമയം കിട്ടൂല. അപ്പൊ കുട്ടികൾക്ക് അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് പഠിപ്പിക്കണം. വേണ്ടാത്ത കുറെ കുട്ടികൾ എന്ന് വെച്ചാൽ അനാവശ്യവും അപ്രസക്തവുമായത് കുറെ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ നിരക്കുള്ള ചർച്ചകളുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഒരു സംവിധാനം നിലക്ക് അതിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കുക, മക്കളെ പരമാവധി പഠിപ്പിക്കുക. കൊറോണ വരും, വയനാട് ദുരന്തം വരും, അതുപോലെ നിപ്പ വരും, അതുപോലെ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലോകത്തുണ്ടാവും. അതൊന്നും തീരൂല. പക്ഷെ മക്കളെ വിദ്യാഭ്യാസം എന്തിന്റെങ്കിലും പേരിൽ മുടങ്ങിയാൽ അത് മുടങ്ങും, അത് അവിടെ നിൽക്കും, പിന്നെ അത് തുടരാൻ കഴിയില്ല. ഒരു കാരണവശാലും മക്കളുടെ വിദ്യാഭ്യാസം മുടക്കരുത്. കുട്ടികള് സ്കൂളിലും മദ്രസിലും ഒരുപോലെ പഠിക്കണം. ചില പണ്ടത്തെ ഉസ്താദന്മാരൊക്കെ കുട്ടിക്ക് രാവിലെ വയറുവേന മദ്രസ വന്നിട്ടില്ല, സ്കൂൾക്ക് പോയിക്കണു വയറുവേന മാറി എന്ന് പറയുമ്പോൾ കുട്ടീനെ കളിയാക്കാറുണ്ട്. സ്കൂൾക്ക് പോകാൻ നേരത്തെ എന്റെ വയറുവേന മാറിയില്ലെന്ന്. നമ്മൾ നേരെ തിരിച്ചാ ചിന്തിക്കണേ. കുട്ടിക്ക് രാവിലെ വയറുവേന ഉണ്ടായിരുന്നു, പക്ഷെ സ്കൂളിൽ പോകാൻ നേരത്തെ കുട്ടിയുടെ വയറുവേന മാറി, കുട്ടി സ്കൂളിൽ പോട്ടെ. നേരത്തെ റസീനെ പറ്റി പറഞ്ഞ പോലെ 10A+ സ്കൂളിൽ നിന്ന് വാങ്ങാൻ പറ്റിച്ചത് വാങ്ങണം, 11 വാങ്ങണ്ടെങ്കിൽ 11 വാങ്ങണം. അതേപോലെ ടോപ്പ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു സാധനം മദ്രസിലുണ്ട്. 47, 48, 49 ഒക്കെ മാർക്ക് കിട്ടിയ ആളുകൾക്ക് എല്ലാ വിഷയത്തിലും അതും വാങ്ങണം. 2 നിലക്കും പഠിക്കണം. 2 നിലക്കും പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഒന്ന് തഴഞ്ഞിട്ട് ഒന്ന് നേടില്ല. ജീവിക്കാൻ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നേടണം. അള്ളാന്റെ കോടതിയിൽ ജയിക്കാൻ ആവശ്യമായ ഖബറിൽ ചോദ്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള മദ്രസ വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണം. ഇതൊക്കെ ഞാൻ ഈ അവസാന ഘട്ടത്തിൽ ചുരുക്കി പറയാണ്. വ്യക്തിപരമായി നിങ്ങൾക്കൊക്കെ ഇതിൽ കുട്ടികളെ എവിടെ പഠിപ്പിക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിന് കുട്ടികളുമായി വിദ്യാഭ്യാസം ഒരു ആലോചന നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. മക്കളുടെ വിദ്യാഭ്യാസം ഒരു കാരണവശാലും നിഷേധിക്കരുത്. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞു, മദ്രസയിലെ ഉസ്താദ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ നാളെ മുതൽ മദ്രസക്ക് പോകണ്ട എന്ന് ചിലപ്പോൾ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയും ചെയ്യരുത്. അപ്പൊ അത് തിരുത്തണ്ടെങ്കിൽ തിരുത്തിട്ട് മുന്നോട്ട് പോകാന്നല്ലാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇവിടെ തന്നെ കിട്ടണം. ഉസ്താദിനെ നമുക്ക് മാറ്റാം, പക്ഷെ കുട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ വന്നിട്ട് കുട്ടികൾ പറയുന്ന ഞാൻ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യരുത്, അന്ന ശരി നീ പോണ്ടെന്ന് പറയരുത്.
നേരെ മറിച്ച് അവിടെ തിരുത്താൽ അത് തിരുത്തിയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ പോകണം. അതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടാനുള്ളത് ഇവിടുന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് കിട്ടണം, അത് കുട്ടിയുടെ അവകാശമാണ്. അത് ഒരാള് കാരണവശാലും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ആരും സമ്മതിക്കാനും പറ്റില്ല. അപ്പൊ ആ നിലക്കൊക്കെ അതിനെ ശ്രദ്ധിക്കണം. ഇപ്പോ മൊത്തത്തിൽ രക്ഷിതാക്കളുള്ളത് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളെ ഇനി കാണാൻ സാധ്യതയില്ലാത്തോണ്ട് പറയുന്നത് ഇവിടുത്തെ ഈ 2 വർഷത്തിനിടയിൽ ഇവിടെ കണ്ടിരുന്ന ഫ്രെയിം വർക്ക്, ഈ ചട്ടക്കൂടൊന്ന് നേരാക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഫോൺ വിളിച്ചിട്ടുണ്ട്. അതിൽ പ്രായമുള്ള രക്ഷിതാക്കളും ചെറിയ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു അധ്യാപകന് പറയാവുന്നതിന്റെ ലിമിറ്റ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ആളുകളോടൊക്കെ പിന്നെ എനിക്ക് സങ്കടവും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോ ഒരു കുട്ടി രക്ഷിതാവിനെ അനിശമായി ചീത്ത പറഞ്ഞ് കുട്ടി ലീവിന്റെ ശ്രദ്ധിക്കാത്തത്, പിന്നെ ആ രക്ഷിതാവിന്റെ വീട്ടിൽ കുടിയിരിക്കലിന് ചെന്നപ്പോ ആ രക്ഷിതാവിന്റെ ഉമ്മ പ്രസവത്തിൽ മരിച്ച്, ഉപ്പ 2.5 വയസ്സിന് മരിച്ചു. അങ്ങനെ ഒരു വാർത്ത കേട്ടു. എനിക്ക് ആ സഹോദരിയോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിഷമം വന്നു. എനിക്കന്ന് സങ്കടം വന്നുപോയി. ഞാൻ അവരോട് പറഞ്ഞു മാപ്പാക്കണം. കാരണം അവരെത്ര പ്രതിസന്ധിയിലൂടെ കാര്യം കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അതൊക്കെ പാടെ നോക്കാൻ കഴിയില്ല. അത് നോക്കുന്നത് ശരിയല്ല. പക്ഷെ മൊത്തത്തിൽ നമ്മൾ മനുഷ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാവുന്ന ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട ആളുകൾ ഈ കൂടുതലുണ്ടാവും. അത് നിങ്ങളുടെ മക്കളോ നിങ്ങളോ എനിക്ക് പൂർവ്വ പരിചയമില്ല, നിങ്ങളോട് എനിക്ക് സ്നേഹമില്ല, നിങ്ങൾ വിശ്വസിച്ചോളിയും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ കാണുന്നത് 2 കൊല്ലം മുമ്പാണ്. മക്കളുടെ വിദ്യാഭ്യാസം നന്നാവുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ വല്ലാഹി അല്ലാഹുമ്മ അഷ്ഹദ് വല്ലാഹി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്തെങ്കിലും തിരുത്താണെങ്കിൽ തിരുത്താൻ ഒരു മടിയില്ല. ഇവിടുന്ന് തിരുത്തപ്പെടാതെ പിന്നെ അവിടെ പോയി തിരുത്തനേക്കായി നല്ലത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യണം. ആ വിചാരണക്ക് ഒരു പ്രശ്നമില്ല. അപ്പോ അടുത്ത ബുധനാഴ്ച രാവിലെ സുബ്ഹി നിസ്കരിച്ച് കയ്യിലുള്ള വാഹനം ഓടിച്ച് ഞാൻ നാട്ടിൽ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരും ആ നേരത്ത് വഴിക്കലൊന്നും വന്ന് നിൽക്കരുത്. കണ്ണ് തുറന്നു പിടിച്ചിട്ട് യാത്ര ചെയ്യാനുള്ളതാണ്, കരയിപ്പിക്കരുത്. അതുവരെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പറയണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ തരാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മക്കളെ ഞാൻ മദ്രസയിൽ നിന്ന് വിസ്തരം കാണും. അപ്പോ ഞാൻ നിങ്ങളോടൊക്കെ യാത്ര ചോദിക്കാണ്. ദുആ ചെയ്ത് നമുക്ക് പിരിയണം. സമയം വൈകി നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് വേണ്ടി 1/2 മണിക്കൂറിന് അധികം കളഞ്ഞു എന്ന് വിചാരിച്ച് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിറഞ്ഞ സ്നേഹത്തോടെ, ആരോടും ഒരു വിദ്വേഷമില്ല. ആരോടും കുറെ ആളുകളോട് പൊരുത്തപ്പെടിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നോട് പൊരുത്തപ്പെടാൻ ആർക്കും ഉണ്ടാവും. ആർക്കെങ്കിലും എന്നോട് വന്നിട്ട് എന്തെങ്കിലും പറയണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തന്ന സ്നേഹത്തിന്, ഭക്ഷണത്തിന്, കൈമടക്കിന്, തോളിൽ തട്ടിയതിന്, റൂമിൽ വന്ന് കണ്ട് സന്തോഷം പറഞ്ഞതിന്, വിശേഷങ്ങൾ അറിയിച്ചതിന്, എന്നെ ചേർത്ത് നിർത്തിയതിന്, കൂടില്ലാത്ത ഒരു നേരത്ത് കിളികളെ പോലെ കൂടില്ലാതെ ഞാൻ നിന്നൊരു നേരത്ത് ഒരു കൂടായിട്ട് ഞാൻ വന്ന സ്ഥലമാണ്. ഞാൻ ഒരു ഇടക്കാലത്താണ് വരുന്നത്. ഇവിടെ പറഞ്ഞ സോഷ്യോളജി കോളേജ് പഠിപ്പിച്ച 5 കൊല്ലത്തെ പാരമ്പര്യമൊക്കെ എനിക്കുണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ പ്രതിസന്ധിയിൽ നിന്ന ഒരു സമയമാണ്. ഞാൻ ജോലിയില്ലാതെ ഒരു പ്രയാസപ്പെട്ട് ഒരുപാട് ദിവസം നിന്നിട്ടില്ല. വെള്ളിയാഴ്ച ജുമക്ക് ശേഷം എനിക്ക് പിന്നെ ശനിയാഴ്ച ചെയ്യാനൊരു ജോലി ഇല്ല എന്നുള്ള അവസ്ഥ വരികയും ആ നേരത്തെ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തിട്ട് വന്നതാണ്. ഞാൻ 2 വർഷം പൂർത്തിയാക്കാണ്. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കടുത്തുപോയ വാക്കുകൾ, പ്രയോഗങ്ങൾ, ഉത്തരവാദിത്തത്തിൽ വന്നുപോയ വീഴ്ചകൾ സദയം പൊറുക്കാൻ പറ്റുന്നത് നിങ്ങൾ വിട്ടു പൊറുക്കണമെന്നും പൊറുക്കാനും മറക്കാനും കഴിയാത്തത് പറഞ്ഞു തീർക്കണമെന്നും സാമ്പത്തികമായ ബാധ്യതകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയണമെന്നും മനുഷ്യന്റെ കാര്യമാണല്ലോ എന്ന് നിങ്ങളോട് ആ വസിയത്തിലൂടെ ചെറിയ ഒരു ഇടവേളെടുക്കുന്നതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഏത് കാലത്തും വന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒരു സ്ഥിതിയുള്ള സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ഞാൻ മാറി നിൽക്കുന്നത്. പുതിയ ഒരു ജോലി സാധ്യത അത് കോളേജൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. മുതിർന്ന കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ജോലി കൂടെ ഉണ്ട്. പള്ളിയും ഖത്തീബും തന്നെയാണ് ജോലിയുടെ പ്രാഥമികമായ സ്വഭാവം. അവിടേക്ക് മാറുകയാണ്. നിങ്ങളൊക്കെ കാര്യമായി ദുആ ചെയ്യണം. അതിന്റെ കൂടെ ഒറ്റ കാര്യം കൂടി പറയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉസ്താദ്മാർക്കൊക്കെ 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ, ഏതൊക്കെ എന്റെ പ്രായമാണ് അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് എത്ര വയസ്സുണ്ടാവും? ഒരു 25-26 വയസ്സുണ്ടാവും. വേണ്ട, ഒരു 34 കൂട്ടിക്കോ.
ആ 34 വയസ്സിൽ 40 കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര തീറ്റന്നെ കേട്ടോ ഇയാൾക്ക്, അതാണ് ഈ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വന്നിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കോളേജ് കഴിഞ്ഞ ഒരു 5 കൊല്ലം കോളേജ് കഴിഞ്ഞ ക്യാൻറ്റീൻ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ 2 കൊല്ലമായിട്ടാണ് ഞാൻ നിങ്ങളെ ഈ വളയിട്ട കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വള ഊരി വെക്കും, അതുകൊണ്ട് വളയിട്ട കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ ആ ഭക്ഷണത്തിന്റെ ഫലമായിട്ടായിരിക്കും കൊളസ്ട്രോള്, ഷുഗർ പോലെയുള്ള രോഗങ്ങൾ എനിക്കുണ്ട്. എന്നെ അത് തളർത്തി തുടങ്ങിയെന്നും പല നിലക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഉമ്മമാരോട് പറയാണ്, കാര്യങ്ങൾ ചെയ്യാനൊരു ആഫിയത്ത് വേണമല്ലോ. അതുകൊണ്ട് നിങ്ങളെ സ്വകാര്യമായ ദുആകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. ആഫിയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സന്തുഷ്ടനും സമാധാനമുള്ള മനസ്സോടെ തിരിച്ചു പോവുകയാണ്. അള്ളാഹു നമ്മെ ഖൈറിലാക്കട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ദീർഘമായ ദുആ ആവശ്യപ്പെട്ടവരുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ പോകാവൂ. ഇന്നൊരു ദിവസം ഈ സാധുവിന് വേണ്ടി നിങ്ങൾ കുറച്ചു നേരം അധികരിക്കണം. ആരും ഇടയിൽ പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.